മഞ്ജു പിന്നെ മഞ്ജു മറ്റു ആഡ് ഫിലിംസിലും രഞ്ജിയുടെ പടത്തിലും ഒക്കെ അഭിനയിക്കാൻ പോകണമെന്നുള്ളൊരു ന്യൂസ് വന്ന സമയത്താണ് മഞ്ജുവിനെ ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മളൊരു കഥ അഴിച്ച് ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ കുട്ടി ചെയ്യാന്ന് പറഞ്ഞു. കാരണം മഞ്ജു വാര്യരോട് നന്ദിയുണ്ട്. കാരണം മഞ്ജു വാര്യർ ആ ക്യാരക്ടർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ സിനിമ തന്നെ ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല. ശരിക്കും പറഞ്ഞാൽ വേറെ ആൾ വെച്ച് ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഈ സിനിമ ഉണ്ടാവില്ല. ഹവോൾഡാർ എന്നുള്ള സിനിമ ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും. കാരണം പിന്നെ നമ്മൾ ബോംബെയിൽ നിന്നൊക്കെ ഒരാളെ ഇറക്കണമെങ്കിൽ തന്നെ ആ അയാൾക്ക് കൊടുക്കേണ്ടി വരുന്ന പണം, ഇപ്പോൾ വിദ്യാപാലനെ പോലത്തെ ഒരാൾക്ക് കൊടുക്കേണ്ടി പണം ഇപ്പോൾ കൂടുതലാണ്. മഞ്ജുവിന് അത്രയും പണം കൊടുത്തില്ല എന്നുള്ള പണം, നല്ല പണം തന്നെ കൊടുത്തിട്ട് തന്നെ മഞ്ജുവിനെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ വിചാരിക്കും മഞ്ജുവിനപ്പോൾ പണമൊന്നും കൊടുക്കേണ്ടതെന്നില്ല. ആവശ്യത്തിൽ ഇവിടെ നല്ലൊരു സ്റ്റാറിന് കൊടുക്കുന്ന അതേപോലെ തന്നെ അതിനെക്കാട്ടും കൂടുതൽ കൊടുത്തിട്ടേ കൊണ്ടുവന്നത്. അപ്പോൾ അത് ഒന്ന്. രണ്ട്, ആളുടെ തിരിച്ചു വരവെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു പ്ലസ്, അത് അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻസ് ഉണ്ട് ഇവിടെ. ഇപ്പം എൻ്റെ ഭാര്യ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാരാന്ന് വെച്ചാൽ മഞ്ജു വാര്യരാണ്. അയ്യോ, അത് ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്തായിരുന്നു. അത് പിന്നെ അവരുടെ ആ സിനിമയ്ക്ക് ഒരു പെട്ടെന്നൊരു അട്രാക്ഷൻ കിട്ടാനുള്ള കാരണം ഈ ഹവോൾഡാർ എന്നുള്ള പേരും മഞ്ജു വാര്യരും പിന്നെ അതിൽ പറഞ്ഞ കഥയുമാണ് അല്ലേ. അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങൾ ഒത്തു വരും. അത് ഒത്തു വന്നു ആ സിനിമയിൽ. അത് വന്നത് കൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഈ തമിഴിലേക്ക് ചെയ്യാനൊരു അവസരം കിട്ടിയത്. ഇപ്പം ജ്യോതികയും സൂര്യയും ഇത് കാണാൻ ആവശ്യം മഞ്ജു വാര്യർ ഈ പടത്തിൽ എന്തുകൊണ്ട് അഭിനയിച്ചു എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ. പിന്നെ സിനിമ സക്സസ്സുമായി. അപ്പോൾ അങ്ങനെയൊക്കെ പ്ലസ് വരും നമുക്ക്. അപ്പോൾ ഒരു സ്പെഷ്യൽ താങ്ക്സ് ടു മഞ്ജു ഫോർ ഡൂയിങ് ദാറ്റ് ഫിലിം. ആക്ച്വലി ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ ഒരു സിനിമയിൽ ഇത്രയും കൂടുതൽ ഡിസ്കസ് ചെയ്തത് വേറൊരു സിനിമ കാണത്തില്ല. അത് കുറച്ച് ശരിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. ഈവൻ മീഡിയ ആണെങ്കിലും ഒരു സിനിമയിലെ ഫീമെയിൽ ക്യാരക്ടറിനെ മാത്രം ഡിസ്കസ് ചെയ്ത് ഇത് മാത്രമാണ്.